إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب മുഹീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഏറെ പ്രസക്തമായ ഒരു വാചകം
ഇന്നാ കുന്ന അതല്ല ഖൗമിൻ, നാം നിന്ദ്യരായ ഒരു സമൂഹമായിരുന്നു. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമുക്ക് ഇസ്സത്ത് നൽകി, പ്രതാപം നൽകി. ഫമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപം ചെയ്തതല്ലാത്ത കാര്യത്തിൽ ആരെങ്കിലും പ്രതാപം തേടിയാൽ അല്ലാഹു നമ്മെ നിന്ദ്യരാക്കുമെന്നാണ്. അപ്പോൾ തീർത്തും ഒരു അധാർമികതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന്, ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിനെ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ ഇസ്ലാമിലൂടെ ഇസ്സത്ത് നൽകി എന്നാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇസ്ലാം മനുഷ്യന് ഇസ്സത്ത് നൽകുന്ന മതമാണ്. എല്ലാ നിലക്കുള്ള അധാർമികതകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യരാശിക്ക് ലോകത്തിന് തുല്യതയില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ്. അതനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ആത്മാഭിമാനമുള്ളവരാണ് നമ്മൾ. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്നത് ആത്മാഭിമാനത്തോടെ പുതിയ കാലഘട്ടത്തിൽ ഉറക്കെ പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ അവിടെ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ അവതരിപ്പിച്ച ഈ മതനിയമങ്ങളെയും വിധിവിലക്കുകളെയും നിർദ്ദേശങ്ങളെയും എല്ലാം കണിശമായി ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, മനുഷ്യർക്ക് ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലു അലൽ ജംർ, അതെ അവൻ തീക്കനലിൽ നിൽക്കുന്നത് പോലെ ഈ മതനിയമങ്ങളെയും മതത്തിന്റെ വിധിവിലക്കുകളെയും സുന്നത്തുകളെയും എല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ തീക്കനിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു കാലഘട്ടം മനുഷ്യരിൽ വരുമെന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങനെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മനുഷ്യന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളാണ്. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തെ കൊത്തിവലിക്കുന്ന അത്തരം കാലഘട്ടം ഉണ്ടാകുമെന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഭക്ഷണ തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന് നേരെ എല്ലാവരും ശത്രുക്കൾ അവിടെ കൊത്തിവലിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. ഖീല, അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ ഫമിൻ ഖില്ലത്തി യൗമൈദിൻ, അന്ന് അവർ എണ്ണത്തിൽ കുറവാണോ എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അവരെണ്ണത്തിൽ കുറവല്ല, ഈ ഉമ്മത്ത് അവരെണ്ണത്തിൽ കുറവല്ല, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസൈൽ, അതെ ചപ്പുചണ്ടികളെ പോലെ, ഒഴുക്കിൽ പിന്നെ പോകുന്ന ചപ്പുചണ്ടികളെ പോലെയാകുന്ന ഒരു നാൾ വരും, കൂടുതൽ ആളുകളും അത്തരത്തിൽ ജീവിച്ചു പോകും എന്നിട്ട് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ദുനിയാവിനോടുള്ള ആസക്തിയും അതേപോലെ തന്നെ മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ഇഷ്ടവും അവരെ ബാധിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ കഠിനമായ പരിശ്രമം നടത്തേണ്ടതുണ്ട്. സുഫിയാൻ ബിൻ അബ്ദില്ല എന്ന സഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്കൊരു കാര്യം, ഒരു വാക്ക് നിങ്ങൾ എനിക്ക് ഇസ്ലാമിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം, ഞാൻ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, സുമ്മസ്തഖിം, അതേപോലെ തന്നെ നേരെ ചൊവ്വായി നീ ജീവിക്കുകയും പിന്നീട് നീ ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ, ഈ വിശ്വാസത്തിൽ നിന്നും ഈ ധാർമ്മിക ജീവിതത്തിൽ നിന്നും ഒക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ പലരും നമുക്കിടയിൽ ശ്രമിക്കാറുണ്ട്. അവിടെ നമുക്ക് കൃത്യമായ ദിശാബോധം നമുക്ക് നൽകുന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്നുള്ളത്.
ഇവിടെ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും വിധിവിലക്കുകളും ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളത് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കച്ചവടം ഇസ്ലാമികമാവണം, അതേപോലെ തന്നെ നമ്മുടെ വിവാഹ രംഗങ്ങൾ ഇസ്ലാമികമാകണം. അങ്ങനെ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ്. കാരണം നമുക്ക് പരലോകമാണ് ഏറ്റവും വലുത് എന്നതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്ന് സഹാബികളോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ അക്കിയസായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ക്ഷണികമായ നശ്വരമായ ഈ ജീവിതത്തിൽ അവൻ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വെക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പരലോകമാണ് എന്നും നിലനിൽക്കുന്നത്. ദുനിയാവെന്നത് അത് നൈമിഷികമാണ്, പെട്ടെന്ന് നമ്മളിൽ നിന്ന് തീർന്നു പോകുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറും വബഖാ. ദുനിയാവെന്നത് അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ക്ഷണികമാണ്. എന്നാൽ വൽ ആഖിറതു ഖൈറും വബഖാ, പരലോകമാണ് എന്നും നിലനിൽക്കുന്നത്, ബാക്കിയാകുന്നത് പരലോകമാണ്. അതേപോലെ തന്നെ നമ്മൾ ദിനേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലുള്ളതാണ് സഹോദരങ്ങളെ. നമ്മുടെ ദീനിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് എല്ലാ ദിവസവും റളിയതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ റസൂല, അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു. നമ്മൾ രാവിലെ 3 തവണ ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദിക്റിലൂടെ നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുന്നത്? അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്നാണ് നമ്മൾ ഓരോ ദിവസവും ഈ ദിക്റിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാനിനെയും നമ്മുടെ ആദർശത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ തകർത്തു കളയുന്ന പല നിലക്കുള്ള ഇസങ്ങളും പ്രവണതകളും നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ, അതേപോലെ യുവതലമുറകളിൽ അത് വ്യാപകമായി വളരെ വലിയ തോതിൽ അത് ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ അപകടത്തിലേക്ക്. അത്തരം നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഒരു വലിയ അപകടമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഇവിടെ ഈ ലോകത്തിനൊരു പടച്ചവൻ തന്നെ ഇല്ല, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് അവിടെ ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്, ആണും പെണ്ണും തുല്യരാണ്, ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം അത് ഞാൻ തീരുമാനിക്കും, മൈ ലൈഫ്, എന്റെ ജീവിതം അത് ഞാനാണ് തീരുമാനിക്കുക, അവിടെ ആർക്കും ഇടപെടാൻ അവകാശമില്ല എന്ന് പറഞ്ഞ ഇത്തരം ലിബറലിസങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും മെല്ലെ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ഇതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇത്തരം മതനിരാസ ചിന്തകൾ, യുക്തിവാദ ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതേപോലെ തന്നെ ഇഷ്ടാനുസരണം ആർക്കും ആരെയും ഭോഗിക്കാം, കുടുംബ സംവിധാനങ്ങൾ ഇവിടെ വേണ്ടതില്ല. ഇത് പല രൂപത്തിൽ നമ്മളിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്കാണ് ഇതെത്തുന്നത്. ഇത്തരം ആശയ അടിത്തറകൾ, ഒരു പടച്ചവനില്ലെന്നും മരണാനന്തരം ഒരു ജീവിതമില്ലെന്നും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവും അവന് പാലിക്കേണ്ടതില്ല. അവന് ലഹരി MDMA എന്നത് ആവോളം അവന് ഉപയോഗിക്കാം. കാരണം അവനെ എല്ലാ സമയത്തും കാണുന്ന ഒരു പടച്ചവനില്ല എന്നാണ് അവരുടെ ആശയ അടിത്തറ. അതേപോലെ തന്നെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമോ, അവന്റെ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കപ്പെടുമോ? പരലോകമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം തിന്മകൾക്കുള്ള വാതിലുകൾ ഇത്തരം ആശയങ്ങളിലൂടെ തുറന്നു കൊടുക്കപ്പെടുകയാണ്. ഇവിടെ അത്തരം പ്രവണതകളുടെ ഒരു ബാക്കിപത്രം, അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിലൊക്കെ കണ്ട സൂംബ പോലെയുള്ള ഇത്തരം നൃത്തങ്ങളും ഡാൻസുകളും ഒക്കെ അതിന്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. മതപരമായും ഭൗതികവുമായി അറിവുകൾ നേടണമെന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് പലപ്പോഴും പാരന്റ്സ്, മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ അവിടെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ
കുട്ടികൾ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നാണ് പറയുന്നത്, കുട്ടികളുടെ സ്ട്രെസ് കുറക്കാനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ചയോ അതേപോലെ തന്നെ ഒരു പഠനമോ ഒന്നും നടക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ ഇത്തരം കാര്യത്തെ ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത്തരം ചിന്താധാരകൾ കടന്നു വരുന്ന ചില വഴികളായി നമ്മൾ അതിനെന്ത് ചെയ്യണം, ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇവിടെ മതപരമായി സാമൂഹികമായി ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം സമീപനങ്ങളെ ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകളും ഇത്തരം വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക മൂല്യങ്ങളുടെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക തലങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാകണം. ഇവിടെ നമുക്ക് മതം പറയുന്ന വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്ന ആശയ തലങ്ങളുണ്ട്. അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ലഹരിയുടെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇവിടെ അതിനുള്ള പരിഹാരങ്ങൾ തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമായി മാറരുത്. ലഹരി നിർമ്മാർജ്ജനത്തിന് നമുക്കറിയാം ഏറ്റവും ഉന്നതമായി ലോകത്തിന് സമ്മാനിച്ച മതമാണ്, അതിന് ഏറ്റവും വലിയ ഒരു ആശയം ലോകത്തിന് സമ്മാനിച്ച മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത്. ഇസ്ലാമിനെ അന്ധമായി പ്രതിക്കൂട്ടിൽ നിർത്താത്ത, അതല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷ്പക്ഷമായി അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആർക്കും ലഹരിയോടുള്ള ഇസ്ലാമിന്റെ സമീപനം നമുക്ക് വായിക്കാൻ കഴിയും. നമുക്കറിയാം ജാഹിലിയത്തിലെ അറബികൾ, ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ അറബികൾ അവരുടെ ജീവിതം എന്തായിരുന്നു? മദ്യത്തിലും അതേപോലെ തന്നെ ലഹരിയിലും കൂത്താടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ലഹരി മുക്തമായ ഒരു സമൂഹത്തെ 23 വർഷം കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ് പ്രവാചകൻ ഉണ്ടാക്കിയെടുത്തത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറഞ്ഞു കൊടുത്താണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേപോലെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം ലഹരിക്കെതിരെയല്ല, മദ്യത്തിനെതിരെയല്ല പ്രവാചകൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഞങ്ങളിലേക്ക് വന്ന് മദ്യം ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ മദ്യം ഒഴിവാക്കുമായിരുന്നില്ല. വ്യഭിചരിക്കരുതേ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുമായിരുന്നില്ല. എന്നാൽ പ്രവാചകൻ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ലോകത്തിന്റെ സൃഷ്ടാവിനെ പറ്റിയാണ്. തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലാഹുമാണ് പ്രവാചകൻ ആദ്യം ജാഹിലിയ അറബികളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ ലഹരി ഉപയോഗിക്കാതിരിക്കണം എന്നതിന്റെ ഉത്തരമാണ് ഇസ്ലാം ആദ്യം മനുഷ്യർക്ക് നൽകിയത്. ഇങ്ങനെയാണ് അവരെ സംസ്കരിച്ചെടുത്തത് എന്നാണ്. വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും അധപ്പതിച്ചിരുന്ന ഒരു സമുദായമായിരുന്നു അവർ. അവരെയാണ് കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഉത്തമ തലമുറയായി പ്രവാചകൻ മാറ്റിയെടുക്കുന്നത്. ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ തലമുറയായി സഹാബികൾ മാറിയെങ്കിൽ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ടാണ് പ്രവാചകൻ ആ പരിവർത്തനം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ കാണുന്ന ഇത്തരം ആഭാസങ്ങളും ഇത്തരം കാര്യങ്ങളും തോന്നിവാസങ്ങളെയും ഒക്കെ എങ്ങനെയാണ് പരിഹരിക്കുക? നമുക്ക് പരിഹരിക്കാനുള്ള വഴി അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും കൊണ്ടു തന്നെയാണ്. ഇവിടെ യൂറോപ്യന്മാർ പോലും വലിച്ചെറിഞ്ഞ വൃത്തികെട്ട ആഭാസങ്ങളാണ് നമ്മുടെ കേരളത്തിലേക്ക് കുറച്ചു കാലങ്ങളായി ഇത്തരം ആളുകളിലൂടെ കടന്നു അതിനെ എഴുന്നള്ളിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യന് ലജ്ജയില്ലാതായാൽ അവൻ എന്തും ചെയ്യുമെന്നാണ്. ലജ്ജ എന്നത് മനുഷ്യരിൽ നിന്ന് എടുത്തുകളയാനാണ് പിശാച് ശ്രമിക്കുന്നത്. വിശ്വാസിയുടെ ഒരു സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ എന്തും പ്രവർത്തിക്കുമെന്നാണ്. ഇവിടെ ഇസ്ലാമിന് ആണും പെണ്ണും ഇടപെടുന്നതിൽ കൃത്യമായ അതിർവരമ്പുകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ആൺ പെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ പലതും സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. പ്രവാചക മുന്നറിയിപ്പുകളെ അത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അവിടെ വലിയ ഫിത്നകൾ രൂപപ്പെടും. പ്രവാചകൻ പറഞ്ഞാൽ ഒരു ആണും പെണ്ണും അവരൊറ്റക്കാകുമ്പോ മൂന്നാമത് പിശാച് അവിടെ ഉണ്ടാകും. അത് നമ്മൾ നോർമലൈസ് ചെയ്ത് കസിൻ സിസ്റ്റർ എന്ന പേരിൽ, കസിൻ ബ്രദർ എന്ന പേരിൽ പലരും യാത്രകളിൽ കൊണ്ടുപോകുന്നു. പ്രവാചകൻ ഭർത്താവിന്റെ സഹോദരനെ അൽ മൗത്ത് എന്നാണ് പറഞ്ഞത്, അൽ ഹം എന്നാണ് പറഞ്ഞത്. ഗൗരവത്തോടെയാണ്, അത് മരണം എന്നാണ്. വലിയ ഫിത്നകൾ അതിലൂടെ രൂപപ്പെടുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിന് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇസങ്ങൾ, ഇതൊരു ഇസമാണ്.
ഈ ഇസത്തെ മനുഷ്യന്റെ ആസ്വാദനങ്ങളെ മാത്രമാണ് അതിൽ ഉത്തേജിപ്പിക്കുന്നത്. ഇത്തരം ഇസങ്ങളുടെ ആശയാടിത്തറകൾ അതാണ്. എന്നാൽ ഇസ്ലാം ആസ്വാദനങ്ങൾ അനുവദിക്കുന്നുണ്ട്. ആ ആസ്വാദനങ്ങൾ അതിന്റെ കൂടെ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു. ഉദാഹരണത്തിന് കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും അതൊരു ആസ്വാദനമാണ്. അതിലൊരു ശാന്തിയും സമാധാനവും മനുഷ്യനെ കണ്ടെത്താനുണ്ട്. എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആ കുടുംബ സംവിധാനത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ്. എന്നാൽ ഇത്തരം ലിബറൽ ആശയങ്ങൾ പേറിയവർ അവിടെ ആസ്വാദനം മാത്രമാണ്, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. ഇതിനെ നമ്മൾ ഒരിക്കലും കാണാതിരുന്നുകൂടാ. നമ്മുടെ മക്കളെയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ സംസ്കരിച്ചെടുക്കാൻ, ഇത്തരം കാര്യങ്ങളുടെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ചാൽ മതി, ആണും പെണ്ണും തുല്യരാണ് എന്ന രീതിയിലുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ പോയിന്റായി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ ലജ്ജ എന്നത് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും അനിവാര്യമായും ഉണ്ടാകേണ്ട കാര്യമാണ്. ഇത്തരം ഡാൻസും പാട്ടുമെല്ലാം ആരംഭിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്: ലജ്ജ നശിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ലജ്ജ എന്ന് പറഞ്ഞ, ഉളുപ്പെന്ന് പറഞ്ഞ കാര്യം അവന്റെ ആ സ്വഭാവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണ് എന്നാണ്. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ. ഹയാ, ലജ്ജ എന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്നാണ്. മറ്റൊരു ഹദീസ് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ. ഈമാനും അതേപോലെ തന്നെ ലജ്ജയും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ. രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേതും ഉയരുമെന്നാണ്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അശജ്ജിൽ അസ്രി. അശജ്ജിൽ അസ്രിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ. താങ്കളിൽ രണ്ട് ഉത്തമ സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളുണ്ട്. എന്താണ് ആ രണ്ട് സ്വഭാവം? അൽ ഹിൽമു വൽ ഹയാ. സഹനവും ലജ്ജയുമാണത് എന്നാണ്. അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ലജ്ജ ഒരാളിൽ നിന്ന് കുറഞ്ഞാൽ സൂക്ഷ്മത അവനിൽ കുറയും. സൂക്ഷ്മത ആരിൽ കുറയുന്നുവോ അവന്റെ ഹൃദയം മരിക്കുമെന്നാണ്. അപ്പോൾ ലജ്ജ നശിച്ചാൽ ഒരു സമൂഹം അതിലൂടെ നശിക്കുമെന്നതാണ് വ്യക്തമാകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിമ്മാ അദറക്കന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ഇമാം ബുഖാരിയിലെ ഹദീസാണ്. അതേപോലെ തന്നെ ഒരു ഹദീസ് കൂടി ലജ്ജയുമായി ബന്ധപ്പെട്ട് സ്വഹാബ വനിതകൾ എത്ര ഗൗരവത്തോടെയാണ് അതിനെ കണ്ടത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കുൻതു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുൻതു അദ്ഖുലു ബൈത്തില്ലദി ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബി. ഞാൻ എൻ്റെ പിതാവും എൻ്റെ ഭർത്താവുമുള്ള വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ, അതായത് അവരെ ഖബറടക്കപ്പെട്ട ആ റൂം, ആ മുറിയിലേക്ക്, അതായത് അവിടെ ഞാൻ അടക്കിയിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ആയിഷ ബീവി പറയാണ്, ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചു വെക്കുമായിരുന്നു. മറ്റുള്ളവരുടെ അന്യരുടെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രം ഞാൻ അഴിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, കാരണം കാരണം ഇവിടെ ഖബറടക്കിയിട്ടുള്ളതിൽ ഒന്നെന്റെ ഭർത്താവും മറ്റൊന്നെന്റെ പിതാവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമ്മാ ദുഫിന ഉമറു മഅഹും. എന്നാൽ അവരോടൊപ്പം അവിടേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിന് ശേഷം ഉള്ള അവസ്ഥ ആയിഷ ബി പറയാണ്, ഫവല്ലാഹി മാ ദഖൽതുഹു ഇല്ലാ വഅന മസ്ദൂദത്തുൻ അലയ്യ സിയാബി ഹയാഅൻ മിൻ ഉമർ. ആയിഷ ബി പറയുന്ന വാക്ക് നോക്കിയേ. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയ ശേഷം അന്യരുടെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ ഞാൻ അവിടെ പ്രവേശിക്കുമായിരുന്നില്ല. ഉമറിനോടുള്ള ലജ്ജ കാരണമായിരുന്നു ഇത്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഖബറിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അന്യനായിരുന്നു. ആ രൂപത്തെ അത്രയും സഹാബ വനിതകൾ അവിടെ അത്തരം ആൺ പെൺ അതേപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ശരീരം പ്രദർശിപ്പിക്കുക എന്നത് അള്ളാഹു വിരോധിച്ച കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആഭാസങ്ങളെയും ഇത്തരം ആശയങ്ങളെയും എല്ലാം അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന് ഈമാനിന്റെ തഖ്വയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഇത്തരം ലിബറൽ ആശയങ്ങളിലൂടെ കടന്നു വരുന്ന ധാരാളം ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, അവിടെയെല്ലാം ഇസ്ലാമിന് കൃത്യമായ വിധിവിലക്കുകളും നിയമങ്ങളും ഉണ്ട് എന്നതാണ്. അതിലൊന്ന് പലപ്പോഴും ഇത്തരം ആഭാസങ്ങളുടെ എല്ലാം കൊഴുപ്പ് കൂട്ടാൻ ആളുകൾ ചെയ്യുന്നതാണ് സംഗീതം എന്നത്. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം DJ പാർട്ടികളും കാര്യങ്ങളുമൊക്കെ. അത് വിവാഹരംഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബങ്ങളിൽ പോലും നമ്മൾ ഇത്തരം DJ പാർട്ടികളും തോന്നിവാസങ്ങളും ആഭാസങ്ങളും ഒക്കെ അത് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, നടക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. എന്നാൽ സംഗീതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്? അതിലൊന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്. നമ്മൾ ഇന്ന് പോയി അമാനി മൗലവിയുടെ തഫ്സീർ നോക്കിയാൽ സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്കു വാങ്ങുന്ന ചിലർ മനുഷ്യരിലുണ്ട്. ഉലൈക ലഹും അദാബും മുഹീൻ. അത്തരക്കാർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. ഇവിടെ ലഹുവുൽ ഹദീസ് എന്ന് പറയുന്നതിനെയാണ് വിനോദ വർത്തമാനങ്ങൾ, അതിന് നമ്മൾ ഒരു അണ്ടർലൈൻ ചെയ്യാണ്, അടിവരയിടുകയാണ്. എന്താണ് ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്? ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും മുഫസ്സിറുകളും നൽകുന്ന വിശദീകരണം എന്താ? ഒന്ന്, അദബുൽ മുഫ്രദിൽ ഇബ്നു അബ്ബാസിന്റെ ഖൗല് കാണാം, വമിനൻ നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ്. വിനോദ വാർത്തകൾ വിലക്കു വാങ്ങുന്നവർ മനുഷ്യരിൽ ഉണ്ട് എന്ന് പറഞ്ഞ ലഹുവുൽ ഹദീസ് എന്താണ്? അൽ ഗിനാഉ വ അശ്ബാഹുഹു. അത് സംഗീതമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം സഹാബികളിൽ ഇൽമിന്റെ കാര്യത്തിൽ റാങ്ക് കൊടുക്കുമ്പോൾ ഇബ്നു അബ്ബാസിന്റെയും ഇബ്നു മസ്ഊദിന്റെയും ആ അറിവിന്റെ കാര്യത്തിൽ ഉയർച്ച നേടിയ രണ്ട് സഹാബികളാണ് ഇബ്നു മസ്ഊദും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലാഹു തന്നെയാണ് സത്യം, അത് സംഗീതോപകരണങ്ങളാകുന്നു. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞ ലഹുവുൽ ഹദീസ് അത് സംഗീതോപകരണങ്ങളാകുന്നു. ഇപ്രകാരം 3 തവണ അദ്ദേഹം ആവർത്തിച്ചു, ഇത് സംഗീതോപകരണങ്ങൾ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. തീർന്നില്ല. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തഫ്സീർ തൊബരിയിൽ നമുക്ക് കാണാം, വിനോദം എന്നാൽ ചെണ്ടവാദ്യമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് അവതരിച്ചത് വാദ്യോപകരണത്തിന്റെയും സംഗീതത്തിന്റെയും വിഷയത്തിലാണ്. എവിടെയാണ് ഇതുള്ളത്? നമ്മളെല്ലാം അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീറിൽ 3-ാം വാള്യം 451-ാമത്തെ പേജിലാണ് ഇതുള്ളത്. ഇനി സ്വഹീഹുൽ ബുഖാരിയിൽ, ഇനി വിശുദ്ധ ഖുർആനിന്റെ ആയത്താണിത്. ഇനി പ്രവാചകന്റെ ഹദീസുകളിലേക്ക് പോയാലോ? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു ഹദീസ്, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും. റസൂൽ പറയാണ്, ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരിക തന്നെ ചെയ്യും. അഖ്വാമുൻ, ചില ജനവിഭാഗങ്ങൾ, അവർ യസ്തഹില്ലൂന, അവർ അനുവദനീയമാക്കും. എന്താണ് അവർ അനുവദനീയമാക്കുക? അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. 4 കാര്യമാണ് പറഞ്ഞത്. എന്താണ്? വ്യഭിചാരവും സംഗീതോപകരണങ്ങളും പുരുഷന്മാർക്ക് പട്ടും മദ്യപാനവും ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടായി തീരുക തന്നെ ചെയ്യും. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗതാനി മൽഊനാൻ, 2 ശബ്ദങ്ങൾ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടവയാണ്.
ഒന്നെന്താണ്? സൗത്തു മിസ്മാരിൻ ഇൻദ നിഅമത്തിൻ, സന്തോഷവേളകളിലെ സംഗീത ശബ്ദമാണ്. വസൗത്തു റന്നത്തിൻ ഇൻദ മുസീബത്തിൻ, അപകടവേളയിലെ നാശം വിളിച്ചുകൊണ്ടുള്ള അട്ടഹാസ ശബ്ദമാണ്. ഇത് ഹദീസ് സിൽസിലത്തു സ്വഹീഹ് ഹസനായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്. അതേപോലെ തന്നെ ഇബ്നു ഉമർ സംഗീതത്തോട് കാണിച്ച അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു? അൻ നാഫിഅ ഖാല സമിഅ ഇബ്നു ഉമർ, നാഫിഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഉമർ മിസ്മാറൻ, ഇബ്നു ഉമർ ഉപകരണ സംഗീതം കേട്ടപ്പോൾ ഫവലഅ ഉസ്ബുഅൈഹി അലാ ഉദ്നൈഹി, അദ്ദേഹം രണ്ട് ചെവിയിലും അദ്ദേഹത്തിന്റെ വിരലുകൾ ഇങ്ങനെ പ്രവേശിപ്പിച്ചു, അങ്ങനെ പൊത്തിക്കളഞ്ഞു അത് കേൾക്കാതിരിക്കാൻ. എന്നിട്ട് വനആനി ത്വരീഖ്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വടി മാറി നടന്നു. വഖാല ലി യാ നാഫി, നാഫി പറയാണ്, ഇബ്നു ഉമർ എന്നോട് ചോദിച്ചു, യാ നാഫി, ഓ നാഫിയെ, ഹൽ തസ്മഉ ഷൈഅൻ, ഇപ്പോൾ വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഖാല ഖുൽതു, ഇബ്നു ഉമർ നാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു ലാ, ഇല്ല. ഖാല ഫറഫഅ ഉസ്ബുഅൈഹി മിൻ ഉദ്നൈഹി, അദ്ദേഹം ചെവിയിൽ നിന്ന് വിരലുകൾ പുറത്തേക്ക് എടുത്തു, ഒന്നും ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ വഖാല കുൻതു, എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, കുൻതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസമിഅ മിസ്ല ഹാദാ ഫസനഅ മിസ്ല ഹാദാ, ഞാൻ പറഞ്ഞു, ഇബ്നു ഉമർ പറയാണ്, ഞാൻ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇതുപോലുള്ളത് കേൾക്കുകയുണ്ടായി, അപ്പോൾ ഞാൻ ഈ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തു. ഇത് ഇമാം അബൂദാവൂദിലെ ഹദീസാണ്. അതേപോലെ തന്നെ വേഷത്തിന് ഇസ്ലാമിന് ചില മര്യാദകളുണ്ട്. അവിടെ ഏത് നിലക്കുള്ളതാണെങ്കിൽ ഇസ്ലാമിൻ്റെതായ ഒരു വേഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇസ്ലാമിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അത് എന്ത് പഴഞ്ചനാണെന്ന് പറഞ്ഞാലും, അത് 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാലും, ഇവിടെ നമുക്ക് ഇസ്ലാം കൃത്യമായ ഒരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് ഹിക്മത്തുകളും അതിന്റെ ഉള്ളിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലൂടെ കൃത്യമായി പറഞ്ഞു തന്ന കാര്യമാണ്, യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയുക, വ ബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറയുക, വ നിസായിൽ മുഅ്മിനീൻ, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅ്ദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അതെ, അവർക്ക് സത്യവിശ്വാസികളായ ആളുകളോട് അവരോട് പറയുക, അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിടാൻ വേണ്ടി, അതേപോലെ തന്നെ ജലാബീബ്, അവരുടെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കാൻ അവരോട് പറയുക. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്, അവർ തിരിച്ചറിയപ്പെടാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ തലമറക്കണം, മുഖമക്കനം ആറിലേക്ക് താഴ്ത്തിയിടണം. ഇതെല്ലാം ഇസ്ലാമിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നഗ്നത മറക്കലാണ്. 2, സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വസ്ത്രധാരണം അവരുടെ ഐഡന്റിറ്റിയാണ്. 3, അതവർക്ക് സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നതാണ്. 4, സ്ത്രീയുടെ ഭംഗി അന്യപുരുഷന്മാരെ തൊട്ട് മറക്കേണ്ടത് വസ്ത്രം കൊണ്ടാണ്. 5, ശരീരം മുഴുവൻ മറയാത്ത വസ്ത്രധാരണം അവളെ നരകത്തിലേക്ക് എത്തിക്കുമെന്നതാണ്. 6-ാമത്തത്, ശരീരം മുഴുവൻ മറയാത്ത വസ്ത്രധാരണം അവളെ ശാപത്തിനിരയാക്കുമെന്നതാണ്. സലഫുകളായ സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാകുന്നത് ഗൗരവത്തോടെയാണ് അവർ കണ്ടിരുന്നത് എന്നാണ് ഒരു ഹദീസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുകയാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വരികയാണ്. ഒരു സ്ത്രീ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോ പിന്നെ അത്താ ഇബ്നു അബീ റബാഹ് പറയാണ്, ഇബ്നു അബ്ബാസ് എന്നോട് പറഞ്ഞു, സ്വർഗക്കാരിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ കറുത്ത സ്ത്രീയാണത്. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. എന്നിട്ട് പ്രവാചകനോട് ഒരു കാര്യം പറഞ്ഞു ആ സ്ത്രീ. എന്താണ് പ്രവാചകനോട് പറഞ്ഞത്? ഫഖാലത് ഇന്നി ഉസ്റഉ, പ്രവാചകരെ, ഞാൻ ഇടക്കിടക്ക് ബോധം കെട്ടു വീഴുന്നു. വ ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലി, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇൻ ശിഅതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ സബർതി, നീ ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശിഅതി ദഅഉതുല്ലാഹ അൻ യുആഫിയക, നിനക്ക് ശിഫയും ആഫിയത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഫഖാലത്ത് അസ്ബിറു, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. കാരണം പ്രവാചകൻ പറഞ്ഞത് ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട്. അത് സെലക്ട് ചെയ്തു. ഫഖാലത്ത് ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ അല്ലാ തകശഫ ഫദആലഹ. ആ സ്ത്രീ പിന്നീട് പ്രവാചകനോട് ദുആ ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നാൽ പ്രവാചകരെ, ഞാൻ ബോധം കെട്ടു വീഴുമ്പോൾ എന്റെ നഗ്നത പ്രകടമാകുന്നു, അത് പ്രകടമാകാതിരിക്കാൻ
അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കലും ബോധം പോകുമ്പോൾ നിയമങ്ങൾ ബാധകമല്ലാന്നിട്ട് പോലും ആ സ്ത്രീ ബോധരഹിതയായി വീഴുമ്പോൾ തന്റെ ഔറത്താരും കാണരുത് എന്ന് ആ സ്ത്രീ ആഗ്രഹിക്കുകയാണ്. എത്ര ഗൗരവത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെ സ്വഹാബ വനിതകൾ നോക്കിക്കണ്ടത്. ഇത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നമ്മൾ ചേർത്തു നിർത്തി ഉപദേശങ്ങൾ കൊടുക്കണം. പുതിയ കാലഘട്ടത്തിൽ ലുക്മാനുൽ ഹക്കീം തന്റെ മകനു നൽകിയ ഉപദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ സ്വഹാബികൾ അവിടെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിച്ച കാര്യമുണ്ട്. ഈന്തപ്പഴം തന്റെ പറമ്പിലേക്ക് വീഴുന്നത്, അയൽവാസിയുടെ ഈന്തപ്പഴം തന്റെ പറമ്പിലേക്ക് വീഴുന്നത് മക്കൾ എടുക്കാതിരിക്കാൻ നമസ്കാര ശേഷം ധൃതിപ്പെട്ട് വീട്ടിലേക്ക് ഓടിയ ആ സഹാബികളുടെ ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. ഹറാമ് കഴിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചു എന്നാണ്. സ്വതക്കയിൽ നിന്നുള്ള കാരക്ക വായിലിട്ട പേരക്കുട്ടിയുടെ വായിൽ നിന്ന് കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിട്ടത് ഹറാമിന്റെ ഭക്ഷണം അവർ കഴിക്കരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഹറാമിന്റെ അത്തരം ആഭാസങ്ങളുടെ രീതികളിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നതിനെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ബോധവാന്മാരാകണം. അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ എന്തു കേൾക്കേണ്ടി വന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ആ നിലക്ക് ഈമാനോടുകൂടെ കണിശമായി നിൽക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. മൻ റആ മിൻകും മുൻകറൻ, ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, കൈ കൊണ്ട് തടയുക, പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക, കൽബ് കൊണ്ടെങ്കിലും തടയുക. അത് ഈമാനിന്റെ ഏറ്റവും അടിയിലെ സ്റ്റേജ് ആണ് അത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, മുഹറം നോമ്പ് 10-നും 9-നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10ന്റെ നോമ്പ് നബി എടുത്തു. സഹാബികൾ ചോദിച്ചു, ജൂതന്മാർ ആ ദിനത്തെ വളരെ ശ്രേഷ്ഠകരമായി കാണുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9ന്റെ നോമ്പെടുക്കുമായിരുന്നു. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? ജൂതന്മാർ പല കാര്യത്തിലും അവർക്കെതിരാവുക, മുഖാലഫത്താവുക എന്ന ഒരു നയമാണ് പ്രവാചകൻ അവിടെ സ്വീകരിച്ചത്. അവർ 10 എടുത്തു, നമ്മൾ 9ഉം 10ഉം എടുക്കുന്നു പ്രവാചകൻ ഉദ്ദേശിച്ചു. പക്ഷേ പ്രവാചകൻ അടുത്ത മുഹറത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, വഫാത്തായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരാൾക്ക് 9 എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചില പണ്ഡിതന്മാർ 10ഉം 11ഉമായി എടുക്കുക. കാരണം ഇവിടെ എതിരാവുക എന്ന തലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നന്മകളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, വിശ്വാസികൾ, അല്ലാഹു അവർക്കെല്ലാം അവരുടെ രോഗം ശിഫയാക്കി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.